നമസ്കാരം. ഈ വീഡിയോ ഞാൻ ഇടുന്നത് പരസ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയാനാണ് കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് പരസ്യമായിട്ട് നന്ദി പറയാനാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കേരളത്തിലെ മനുഷ്യരുടെ, സ്ത്രീകളുടെ പ്രത്യേകിച്ച് കണ്ണുനീരിൻ്റെ, ഹൃദയത്തിൻ്റെ നുറുങ്ങുന്ന വേദന ദൈവം കേട്ടു. നമുക്കൊരു പുതിയ മുഖ്യമന്ത്രിയെ കിട്ടി. ഐ ആം സോ ഹാപ്പി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വി.ഡി. സതീശൻ സാർ ഇപ്പോൾ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നതിൽ. നമ്മൾ സാറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരും നമ്മൾ പേരല്ലേ വിളിക്കുന്നത്, ദൈവത്തെ പേരാ വിളിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ എല്ലാവരും പിന്നെ ഒരു റെസ്പെക്റ്റ് നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പം സാറെന്നല്ല വിളിക്കത്തുള്ളൂ. അപ്പോൾ ആ വി.ഡി. സതീശനെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് തന്നതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരിൻ്റെ പ്രാർത്ഥന. 10 വർഷം നമ്മുടെ നാട് നശിച്ച് നാറാണകല്ലായി. കേരളത്തിൽ ഇനി ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് മനസ്സുകൊണ്ട് പ്ലാനിട്ട ഒരാളാണ് ഞാനും. കേരളത്തെ അതുപോലെ വെറുത്തിരുന്നു. കാരണം കേരളം മുഴുവനും ഗുണ്ടായിസവും ഈ ലഹരി മരുന്നുകളുടെ കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും പേടിക്കാനില്ലെന്ന രീതിയിലാണ് യൗവനക്കാർ ലഹരിക്ക് അടിമയായിട്ടിരിക്കുന്നത്. എന്നാൽ അവരുടെയൊക്കെ ഇച്ചിരിയുടെ സീനിയറായിട്ടുള്ള ആൾക്കാർ 40 കഴിഞ്ഞവർ പോലും അതിനെ എതിർക്കാതെ അതിനോടൊപ്പം ഇങ്ങനെ നാടോടുമ്പം നടുവേ ഓടണമെന്നും പറഞ്ഞ് അതിൻ്റെ കൂടെ ചലിക്കുന്നൊരു രീതിയാണ് കണ്ടുവന്നത് ഈ കഴിഞ്ഞ 10 വർഷവും. ഞാൻ നാട്ടിലെ ഓരോരുത്തരുടെ അവസ്ഥ എല്ലാ രീതിയിലും നാടിനെ കുളം തോണ്ടിയ ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരുപാട് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ബിസിനസ് നടത്തുന്നവരും പിന്നെ കുടുംബിനികളുമാണ്. ബിസിനസ് നടത്തുന്ന പുരുഷന്മാർ ഒരുപാട് വേദന സഹിച്ചു. കാരണം അവർക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റിപ്പോകുന്നു. പൈസ മുടക്കി ഇല്ലാത്ത പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ ജോലി ചെയ്തും കഷ്ടപ്പെട്ടും കടം വാങ്ങിച്ചും ലോൺ എടുത്തൊക്കെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് കൂടുതൽ ആൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് വഴിതെറ്റി, പെൺകുട്ടികളിലും നല്ല പെൺകുട്ടികളും ഉണ്ട്, ലഹരിക്ക് അടിമപ്പെട്ട് ജോലിക്ക് പോകാതെ ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ ഒരു മയങ്ങിയ അവസ്ഥയിൽ നടക്കുന്നൊരു പ്രകൃതമായിരുന്നു. ഏതായാലും സ്ത്രീകളുടെ കണ്ണുനീരും പുരുഷന്മാരുടെ പ്രാർത്ഥനയും രണ്ടുപേരുടെയും പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം കേട്ടു. ആ കേട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് പുതിയൊരു മുഖ്യമന്ത്രിയെ ദൈവം തന്നു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിനുണ്ടായ സന്തോഷം. ഞാൻ ഓർക്കുന്നു, ഇനിയിപ്പം കേരളത്തിൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കുക. ഈ ഗുണ്ടായുസം എല്ലാം പുള്ളി നിർത്തലാക്കും. ഗുണ്ടായുസവും ലഹരിയും നിർത്തലാക്കി കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനം. പിന്നെ ബിസിനസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടല്ലോ. നാട്ടിലെ ഒരുപാട് വ്യവസായം കേരളത്തിൽ നടത്താൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ വന്ന സാഹചര്യങ്ങളുണ്ട്. എല്ലാം നശിപ്പിച്ച് കളയുന്നൊരു പ്രവണത. മുന്നോട്ട് ആരും ജീവിക്കണ്ട, എല്ലാം എനിക്ക് മാത്രം മതി, എൻ്റെ മക്കൾക്കും മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു നാട്ടിലുള്ള വ്യവസ്ഥിതി. അത് മാറി. ഏതായാലും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് സമാധാനമായി. നമ്മുടെ വി.ഡി. സതീശൻ സാറിനെ ദൈവം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചാണെന്ന് ഞാൻ പറയും. അദ്ദേഹത്തെ നമ്മുടെ കേരളത്തിന് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെപ്പോലെ എല്ലാ മനുഷ്യരും കേരളത്തിൽ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ട്, മനസ്സിനും സന്തോഷമുണ്ട്. നാട് നന്നാവും. ഇനി നമുക്ക് ഇദ്ദേഹത്തെ ഇനി ചാകുന്നിടം വരെ പുള്ളിയെ മുഖ്യമന്ത്രി, പുള്ളിയുടെ മരണം എന്ന് സംഭവിക്കുന്ന അതുവരെ പുള്ളിയെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ മുഖ്യമന്ത്രിയാക്കി വെക്കുന്നതാണ് ഏറ്റവും പരമപ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുപോലൊരു നല്ല മനുഷ്യനാണ്. എൻ്റെ എക്സ്പീരിയൻസും പുള്ളിയുടെ ആ മുഖത്തെ പ്രസാദവും മനുഷ്യരോടുള്ള ഇടപെടലും ചിരിയും എല്ലാം നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനെ ദൈവം സ്വയം തിരഞ്ഞെടുത്ത് വിട്ടതാകട്ടോ. ഇനി നമുക്ക് മനസ്സിൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറ്റി ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. മറ്റേ എനിക്കിഷ്ടമല്ലായിരുന്നു കേരളം. ഇനിയിപ്പോൾ എനിക്ക് കേരളത്തിനോട് ഒരു വിരോധം. കേരളത്തിലെ സർക്കാരിൻ്റെ അണ്ടറിൽ നമുക്ക് എല്ലാം നന്മയായിട്ട് മാറുമെന്ന് വിചാരിച്ച് ദൈവം സതീശ സാറിനെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ, കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലും തുണയും പുള്ളിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കാരണം നല്ലവരെ ഇങ്ങനെ ദുഷ്ടന്മാർ നോട്ടമിട്ട് നടക്കുന്ന അപ്പം ആ ദുഷ്ടൻ്റെ കണികളിൽ നിന്നൊക്കെയും വി.ഡി. സതീശൻ സാറിനെ ദൈവം പരിപാലിക്കട്ടെ എന്ന് ഞാനും എന്നും പ്രാർത്ഥിക്കുക. കാരണം പുള്ളിയുടെ ആ പ്രവർത്തനം കേരളത്തിന് ഒരുപാട് അനുഗ്രഹമാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ ദൈവത്തോട് പബ്ലിക്കായിട്ട് നന്ദി പറയാം. കാരണം പബ്ലിക്കായിട്ട് ദൈവം തന്നൊരു മനുഷ്യനാണ് നമുക്ക് വി.ഡി. സതീശൻ സാറ്. രഹസ്യമായിട്ട് തന്നല്ല. അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് ദൈവത്തിന് നന്ദി പറയണം.
ഓക്കെ, താങ്ക് യു സതീശൻ സാറേ, ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ എല്ലാ ജനങ്ങളോടും ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്നതിനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതിനും നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ദൈവത്തിന് നന്ദി, സതീശൻ സാറിനും നന്ദി. ഓക്കെ.